ബാറ്ററിയിലോ ഇന്നത്തെ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ്. ആരുടെയൊക്കെ എനർജി ലോസ് ആവുന്നത്, ആരൊക്കെയാണ് ചാർജ് ആവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, പുതിയ ടാസ്ക് ബാറ്ററിയിലോ. തീർന്നവർക്കൊക്കെ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്കാണ് ബാറ്ററിയിലോ. മൊബൈൽ ഫോണ്, ചാർജർ. അതിൽ മൊബൈൽ ഫോണുകൾ കൊടുത്തിരിക്കുന്നതിൽ ഓരോരുത്തരുടെയും 14 പേരുടെയും ഫോട്ടോസ് കാണും. 13 ചാർജറിൽ വെച്ചിട്ടുള്ളതായിരിക്കും. ആ നമ്മളുടെ ഫോട്ടോ ഒഴികെ, നമ്മളുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫോൺ നമ്മൾ എടുക്കാൻ പാടില്ല. ആ ഫോട്ടോ ഒഴികെ ഫസ്റ്റ് ബസർ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും എടുത്തിട്ട് സെക്കൻഡ് ബസർ കേൾക്കുമ്പോൾ ചാർജറിൽ കൊണ്ട് വെക്കുക. അതിനുശേഷം തേർഡ് ബസർ കേൾക്കുമ്പോൾ ആ ചാർജിങ്ങിന് വെച്ച ഫോൺ എടുത്ത് തിരികെ ടേബിളിൽ കൊണ്ട് വയ്ക്കുക. ഇതാണ് ഗെയിം. ഇതിൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഫോട്ടോ ഉള്ള ഫോൺ ഒരിക്കലും എടുക്കാൻ പാടില്ല. ചാർജിങ്ങിൽ വെക്കാൻ പറ്റാത്തതായിട്ടുള്ള ആളുടെ കയ്യിൽ ആരുടെ ഫോട്ടോ ഉള്ള ഫോണാണോ ഇരിക്കുന്നത്, ആ ഫോട്ടോയിലുള്ള വ്യക്തി ആ റൗണ്ടിൽ ഔട്ടാവും. ഇതാണ് ഗെയിം. ആ ടൈമിൽ ആരുടെ ഫോട്ടോ ആണോ ചാർജിങ് ഇതിലുള്ളത് ആ ആളായിരിക്കും, ആ ആളുടെ ടീമായിരിക്കും ജയിക്കുന്നത്. അവർക്ക് 3 പോയിന്റ് ആയിരിക്കും. ആ ടീമിലുള്ള ഒരാളായിരിക്കും ക്യാപ്റ്റനായി വരുന്നത്. ആ ക്യാപ്റ്റനായിരിക്കും പവർ ടീം ആരാണെന്ന് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ശ്രീരേഖ ഔട്ടായി. അതിനുശേഷം ജിൻഡോ, ജാൻമണി, യമുന, റസ്മിൻ ഇവരൊക്കെ തന്നെ ഔട്ടായിരിക്കുകയാണ്. അർജുനും അങ്ങനെ ഔട്ടായി. തന്നെ ഈ ഗെയിമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ സേവ് ആവണം. അതിന് നമ്മുടെ ടീം അംഗങ്ങളുടെ ഫോട്ടോ നമുക്ക് മാറി മാറി എടുക്കാം. ആദ്യമൊക്കെ തന്നെ നമ്മൾ നമ്മളുടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ ഒരുപക്ഷെ നമ്മളുടെ ഫോട്ടോ എടുത്തിട്ടായിരിക്കും പോകുന്നത്. അവർ ഡിലേ ആക്കിയാൽ, അവരൊന്നും അടിച്ചു നിന്നാൽ, അവർ ചാർജിങ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റിലെ നമ്മൾ നമ്മളെ ഒന്ന് സേവ് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റിലേക്ക് എത്തുമ്പോഴും നമ്മൾ നമ്മളെ സേവ് ചെയ്യണം. അതായത് നമ്മുടെ ടീമിൽ 2 പേരുണ്ടെങ്കിൽ ഒരാളുടെ ഫോട്ടോ ഒരാൾ, ഒരാളുടെ ഫോട്ടോ ഒരാൾ. ഇപ്പം അൻസിബയും ഋഷിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അൻസിബയുടെ ഫോട്ടോ ഋഷി എടുക്കും, ഋഷിയുടെ ഫോട്ടോ അൻസിബ എടുക്കും. ഇങ്ങനെ പോകുന്തോറും അവർക്ക് ലാസ്റ്റ് വരെ നിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ജാസ്മിൻ്റെ ഫോട്ടോ ഗബ്രിയും, ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിനും. അങ്ങനെ എടുത്തിട്ടാണ് ഇപ്പോൾ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം ഏകദേശം എത്താറായി. അവസാനം ഇതിൽ ജാസ്മിനും ഗബ്രിയും, ശരണ്യ, അൻസിബ, ഋഷി ഇത്രയും പേരാണ് ഇപ്പോൾ ഉള്ളത് നിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാർ അൻസിബ, ഋഷി, ശരണ്യ, ഗബ്രി, ജാസ്മിൻ എന്നിവരുള്ളതാണ്. അങ്ങനെവരാണുള്ളത്. ഇപ്പോൾ ആര് ജയിക്കും, എന്തൊക്കെയായിരിക്കും പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.